ജോർജ് കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, തളരരുത്, നിനക്കൊപ്പം കേരളമുണ്ട് എന്നതാണ് മന്ത്രി വീണ ജോർജ് പെൺകുട്ടിക്ക് നൽകുന്ന ഉറപ്പ്. നമുക്കറിയാം, ഈ വാർത്തകൾ വന്നപ്പോൾ മുതൽ, ഈ ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ആ രീതിയിൽ വലിയ മാനസിക ആഘാതം ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട്. അവിടെയാണ് മന്ത്രി വീണ ജോർജ് ആ പെൺകുട്ടിക്കൊപ്പം കേരളം ഉണ്ടാകും എന്നത് ഉറപ്പ് നൽകുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ സംരക്ഷണം സംസ്ഥാനം ഏറ്റെടുക്കുന്നു, അത് സർക്കാർ ഏറ്റെടുക്കുന്നു, അത് കേരളം ഏറ്റെടുക്കുന്നു എന്നതാണ് മന്ത്രി വീണ ജോർജ് ആ ചുരുക്കം, ആ 3 വരിയിൽ കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, തളരരുത്, കേരളം നിനക്കൊപ്പം എന്നതാണ് വീണ ജോർജിന്റെ പോസ്റ്റ്. അതേസമയം താൻ കുറ്റം ചെയ്തിട്ടില്ല, നിയമപരമായി ഇതിനെ നേരിടും, സത്യം ജയിക്കും, ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തും എന്ന ആത്മവിശ്വാസം ആണ് ഈ പരാതി തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ പറയാം. ഇത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് വളരെ വേഗത്തിൽ തന്നെ, വളരെ മുൻപ് തന്നെ കോൺഗ്രസ് ഇതിനുള്ള നടപടികൾ എടുത്ത് മുഖം രക്ഷിച്ചു എന്ന തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ അവർക്ക് ഇടുത്തിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഭവിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും കോൺഗ്രസിൽ ഇതുവരെ അവർക്ക് ആദ്യം തന്നെ നടപടിയെടുത്തിരുന്നു എന്ന് പറയാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ മുൻ KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം അവരെ വലിയ രീതിയിൽ ഇനി വെട്ടിലാക്കുമെന്ന് പറയാതെ വയ്യ. കാരണം താൻ അന്വേഷിച്ചുവെന്നും ഈ ഇപ്പോഴുണ്ടാകുന്ന ആരോപണങ്ങളൊക്കെ വെറും കളവാണെന്നും ആ പയ്യൻ സജീവമാവുകയാണ് ചെയ്യേണ്ടത്, തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിൽ KPCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ നടത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായി ആലോചിച്ചെടുത്ത നടപടിയെന്ന് മറ്റ് നേതാക്കൾ പറയുന്ന ഘട്ടത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം വഹിച്ച വ്യക്തി, മുതിർന്ന നേതാവ്, MP ആയിട്ടുള്ള വ്യക്തി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ന്യായീകരണം രാഹുലിന് വേണ്ടി ഒരു മുതിർന്ന നേതാവ് നടത്തിയെന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. ഇതുവരെ ശബരിമല ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയുള്ള കരുതിക്കുട്ടിയുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ രാഹുൽ വിഷയം ഉയർത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന കോൺഗ്രസിന് ഇനി അങ്ങനെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതാകുന്നു. പെൺകുട്ടി നേരിട്ടെത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നിയമ പോരാട്ടത്തിന്, നീതി തേടി നിയമ പോരാട്ടത്തിന് എന്ന സന്ദേശം പെൺകുട്ടി നൽകുമ്പോൾ പരാതിയില്ല, ആരും പരാതിയുമായി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാത്ത സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ അരങ്ങേറിയിരുന്നു. ആ പ്രതിഷേധങ്ങളെയൊക്കെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പാലക്കാട് സജീവമായത് നമ്മൾ കണ്ടതാണ്. അവിടെ പലതരത്തിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം, മറ്റ് ചടങ്ങുകൾ, സർക്കാർ നടത്തുന്ന ചടങ്ങുകൾ, അവിടെയൊക്കെ ക്ഷണിക്കപ്പെട്ടിട്ടും ക്ഷണിക്കപ്പെടാതെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് എന്തായാലും അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ ഈ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ വീട്ടിൽ അടച്ചിട്ട് ഇരിക്കുന്ന, പുറത്തിറങ്ങാൻ കഴിയാത്ത രാഹുലിന്റെ കഥന രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നതാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന ബുദ്ധിമുട്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അനുഭവിച്ചതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. പാർട്ടിയുടെ നിയന്ത്രണങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA എന്ന നിലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. പിന്നീട് അത് പാർട്ടി പരിപാടികളിലേക്ക് വ്യാപിപ്പിക്കുന്നു. പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനുൾപ്പെടെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിൽ നമ്മൾ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥികളാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരാൾ തങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വരണമോ എന്നത് ചിന്തിക്കേണ്ടത് സ്ഥാനാർത്ഥികളാണെന്ന്. നോക്കൂ, ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി, അതിലെ ഉള്ളടക്കം വരുമ്പോൾ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഉള്ള ഒരു MLA ആണ്, അയാളെ മുൻനിർത്തിയാണ് വോട്ട് പിടിക്കുന്നത് എന്നത് എത്ര തരം അപമാനമായി ആ സ്ഥാനാർത്ഥികൾക്ക് മേൽ വന്ന് പതിച്ചിരിക്കുന്നു എന്നത് നമ്മളിപ്പോൾ കാണണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കാണ് പെൺകുട്ടിയുടെ പരാതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പരാതിയിൽ DGPക്ക് പരാതി മുഖ്യമന്ത്രി കൈമാറി, അത് ക്രൈംബ്രാഞ്ചിന് ഉടൻ കൈമാറും. വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. കിരൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നലെ തന്നെ ഇത് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും പറയുന്നില്ല എന്ന മോഡിലായിരുന്നു VD സതീശൻ പ്രതികരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റേത് ശരിയായ നിലപാടാണ് ഈ വിഷയത്തിൽ എന്നത് VD സതീശൻ സൂചിപ്പിച്ചിരുന്നു.
ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ശബരിമല വിഷയം മറികടക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇതിന് പ്രതിരോധം തീർക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമാകുന്ന വിഷയമാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികൾ എന്നത് കോൺഗ്രസ് ആലോചിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണോ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഷാനിമോൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കെ.സി. വേണുഗോപാലിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇട്ട പോസ്റ്റ് പിൻവലിച്ച് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട്. അവരൊക്കെയും മനോവിഷമത്തോടെ പിൻവലിയുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു രേഖാമൂലം പരാതി വരുമ്പോൾ കോൺഗ്രസിൽ തന്നെ രാഹുലിനെതിരായിട്ടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ നേതാക്കൾ? രേണുക, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആരോപണങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പരാതിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ അന്വേഷണമെല്ലാം ഏറെക്കുറെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയതായിരുന്നു. പരാതിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് തടസ്സമായിരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകൾ, അറസ്റ്റ് അടക്കമുള്ളത്, ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തോതിലുള്ള പ്രതിരോധം തന്നെയാണ് ഉയർത്തുന്നത്. ഈ കോൺഗ്രസിന് എന്ത് പറഞ്ഞാലും ഇപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി നാളെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ തന്നെയും കോൺഗ്രസിന് പിടിച്ചു നിൽക്കുന്നത് പ്രയാസമാവും. കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രത്യേകിച്ച് CPM-നെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. ആ തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു യുവമുഖമായി നിന്നൊരു നേതാവിന് നേരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം, പരാതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു നിൽക്കുക കോൺഗ്രസിന് പ്രയാസമാണ്. ഇനി കോൺഗ്രസിന് കഴിയുന്നത് കോൺഗ്രസ്സുകാർ നേരത്തെയൊക്കെ ചെയ്തതുപോലെ സമാനമായ പരാതികൾ CPM-ന്റെ നേതാക്കൾക്ക് നേരെയും BJP നേതാക്കൾക്ക് നേരെയും എല്ലാം ഉണ്ടായില്ലേ, ആ ഘട്ടങ്ങളിലൊക്കെ ആ പാർട്ടികൾ എന്തു ചെയ്തു, അത്തരമൊരു താരതമ്യത്തിലേക്കാവും സ്വാഭാവികമായും കോൺഗ്രസ് വരുന്ന ദിവസങ്ങളിലൊക്കെ പോകാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു എന്നതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും കഴിയുന്നതല്ല. സ്വാഭാവികമായും ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. അതും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കുറ്റാരോപിതൻ എന്നൊക്കെ മറ്റേതെങ്കിലും അഴിമതി കേസോ മറ്റു കാര്യങ്ങളിലൊക്കെ കുറ്റാരോപിതൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷേ ഇതല്ല. ഇത് ദീർഘകാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും നിരവധി തെളിവുകൾ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഔദ്യോഗികമായി ഒരു പരാതിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രം മാറി നിന്നൊരു കേസാണ്. അതിനെ മറ്റ് കേസുകളുമായി അങ്ങനെ പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ കഴിയില്ല. ആളുകൾ അത്രത്തോളം ചർച്ച ചെയ്യുകയും ബോധ്യപ്പെടുകയും ആ കേസിൽ ആളുകൾ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലർക്ക് ചിലപ്പോൾ മറിച്ച് ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ 40% ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനപ്രതിയായ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായത് ശരിയായില്ല, മറ്റെന്ത് തരത്തിൽ ന്യായീകരണങ്ങൾ വന്നാലും അത് ശരിയല്ല എന്നുള്ളൊരു പൊതുവികാരം കേരളീയ സമൂഹത്തിലുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ളതല്ല, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ അത്യധ്വാനം ചെയ്യേണ്ടി വരും ഇത്തരമൊരു വിഷയത്തിൽ. അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമേജിനെ മറികടക്കാൻ. പ്രത്യേകിച്ച് ഈ കെ സുധാകരനെ പോലെ മുൻ KPCC പ്രസിഡന്റ് ആയിരുന്നു എന്നത് ആലോചിക്കണം. അത്ര ഒരു പ്രധാനപ്പെട്ട പദവി വെച്ച നേതാവടക്കം അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് ഉണ്ടാക്കുന്ന ഒരു പ്രയാസം. അങ്ങനെ കോൺഗ്രസിലെ തന്നെ പല താഴെത്തട്ടിലുള്ള നേതാക്കളൊക്കെ, ഇപ്പോൾ പാലക്കാട് തന്നെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടക്കം വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാക്കൾക്കൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ ഒരു ആരോപണങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയാണ്, പ്രതിപക്ഷങ്ങളുടെ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഒരു പരാതിക്കാരി വന്നിരിക്കുന്നു. ആ പരാതിക്കാരി വന്നതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന കേസിൻ്റെ സ്വഭാവം, ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണത്തിൻ്റെ സ്വഭാവം അതൊക്കെയും മാറിയിരിക്കുകയാണ്. ഒരാൾ പരാതി പറഞ്ഞാൽ, ഒരു പെൺകുട്ടി പരാതിക്കാരിയായി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്കൊക്കെ, നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങാൻ യാതൊരു പ്രയാസവും സർക്കാരിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും മുന്നിലില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കളാരും തന്നെ പരസ്യമായി ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത്